പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് പുതുഞായറാഴ്ചയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന പെരുന്നാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയെ നമ്മൾ പുതു ഞായറാഴ്ച എന്ന് വിളിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പ്രമാണം സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം ആരംഭിക്കുമ്പോൾ അതൊരു പരിപൂർണമായ പുതുക്കം നമ്മളുടെ ജീവിതത്തിലുണ്ടാക്കും. ഈ പുതുഞായറാഴ്ച ദിവസം ഈ പുതുക്കം, ജീവിതത്തിനുണ്ടാകുന്ന പുതുക്കം, പുനരുദ്ധാനം ചെയ്ത കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പുതുക്കത്തിൻ്റെ അനുഭവം, ഇതിന് മാതൃകയാരാ? ഉത്തരം യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്ത 8-ാം ദിവസം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഞായറാഴ്ച വൈകുന്നേരം ശിഷ്യന്മാരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മാളികയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സവിശേഷമായി തോമാസ് ലീഹായ്ക്ക്, അവരുടെ എല്ലാവരുടെയും നടുവിൽ തോമാസ് ലീഹായ്ക്ക് സവിശേഷമായി പ്രത്യക്ഷപ്പെടുകയാണ്. അതെല്ലാം നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് വിവരിക്കണമെന്നില്ലല്ലോ. തോമാസ് ലീഹായുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുന്ന ഒരു വലിയ അനുഭവമായിരുന്നു പുനരുദ്ധാനം ചെയ്ത് ക്രിസ്തുവിനെ കണ്ട സന്ദർഭം. ഇതാണ് ആ പുതുക്കമാണ്. ആ പുതുക്കം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് പുതുഞായറാഴ്ചയാകുന്നത്. പുതുക്കം നൽകുന്ന അനുഭവം പുനരുദ്ധാനം ചെയ്ത് കർത്താവ് തരുന്നു. ഇതിന് മാതൃകയായി നമ്മളുടെ മുമ്പിൽ സഭ അവതരിപ്പിക്കുന്നത് നമ്മളുടെ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായാണ്. പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കാണുമ്പോൾ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറയുകയാണ്. എനിക്കെൻ്റെ കർത്താവിനെ, പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കാണണമെന്ന് ശഠിച്ച് ആ ദർശനം ഉണ്ടാകുമ്പോൾ തോമസ് ലീഹായുടെ ജീവിതത്തിൽ സമഗ്രമായ ഒരു പുതുക്കം, ഒരു മാറ്റം ഉണ്ടാവുന്നതായി നമ്മൾ കാണുകയാണല്ലോ. ആ മാറ്റം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടതുണ്ടെന്ന് പുതുഞായറാഴ്ച നമ്മളെ പ്രത്യേകമായി സഭ പഠിപ്പിക്കുന്നു. അതിന് മാതൃകയായി തോമാസ് ലീഹായെ നമുക്ക് കാണണം. തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വന്ന് സുവിശേഷം അറിയിച്ചു. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു നമ്മളെയും ക്രിസ്തുവിലാക്കി. ആ ഒരു വലിയ പുതുക്കത്തിൻ്റെ അനുഭവം നമ്മളുടെ ജീവിതത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടതാണെന്ന് നമ്മൾ പ്രത്യേകമായി പഠിക്കുകയാണ് പുതുഞായറാഴ്ച ദിവസം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു വലിയ പാഠം, പുതുഞായറാഴ്ച തുടങ്ങി ഒരു പഴയ സമ്പ്രദായത്തിൽ നിന്ന് പുതിയ സമ്പ്രദായത്തിലേക്കുള്ള മാറ്റമുണ്ടാവുകയാണ്. പഴയ ആരാധനാ സമ്പ്രദായം, ആരാധനാ രീതി, പഴയ നിയമത്തിൽ ആരാധനാ ദിവസം ആഴ്ചവട്ടത്തിൻ്റെ ഒടുവിലായിരുന്നു, ശനിയാഴ്ച ദിവസം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായി മാറുകയായി. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു, അതനുഭവിച്ചു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം നുറുക്കി, അതിനുവേണ്ടിയാണ് അവർ ഒന്നിച്ചു കൂടുന്നത്. ഈ ദിവസത്തെ വെളിപാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്തൃദിവസം എന്നും പേര് കൊടുത്തിരിക്കുന്നു. പഴയ സമ്പ്രദായത്തിൽ നിന്ന് ഒരു പുതിയ സമ്പ്രദായത്തിലേക്ക് വരികയാണ്. ആഴ്ചവട്ടത്തിൻ്റെ ഒടുവിലത്തെ ദിവസം പഴയ നിയമത്തിലെ ആരാധനാ ദിവസമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ദിവസം, ഖ്യംതോ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം
നമ്മൾ ക്രിസ്ത്യാനികൾ ഒന്നിച്ചുകൂടി ആരാധിക്കുകയാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അപ്പം നുറുക്കി എല്ലാവരും ഒരു കൂട്ടായ്മയിലായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതായി നമ്മൾ പ്രത്യേകമായി അപ്പോസ്തല പ്രവർത്തികളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോസ്തലന്മാരുടെ ഒരു ഉപദേശം കേട്ടു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. ഇങ്ങനെ കൂടുന്ന ഒരു പുതിയ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുകയായി എന്ന് നമുക്ക് അപ്പോസ്തല പ്രവർത്തികളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പുതു ഞായറാഴ്ച ഇങ്ങനെ ഒരു പുതുക്കത്തിൻ്റെ ദിവസമായി നമ്മൾ കാണേണ്ടതാണ്. ആ പുതുക്കം നമ്മളുടെ ജീവിതത്തിന് നൽകുന്നത് പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ആ യേശുക്രിസ്തുവിലൂടെ നമ്മൾ പുതുക്കപ്പെടുന്നവരായി, രൂപാന്തരപ്പെടുന്നവരായി മാറുമ്പോൾ ഒരു പുതിയ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുകയായി. ഒരു പുതിയ കമ്മ്യൂണിയൻ, ഫെലോഷിപ്പ് ഈസ് ബീയിങ് ക്രിയേറ്റഡ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആ പുതിയ കൂട്ടായ്മ നമ്മൾ ആചരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, വിശുദ്ധ കുർബാന അർപ്പിച്ചു, അത് അനുഭവിച്ചും, നമ്മൾ പ്രത്യേകമായി ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചും സമർപ്പിതരായി ആ പുതുക്കം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ സഭ നമ്മളോട് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. കുഞ്ഞുങ്ങളെ, പുതു ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുതുക്കപ്പെടേണ്ട ഞായറാഴ്ചയാണ്. എങ്ങനെ? പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ നോക്കി നമ്മൾ പുതുക്കപ്പെടണം. 1. 2, ആ ദിവസം നമ്മൾ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുവാൻ, കുർബാന അർപ്പിച്ച് കുർബാന അനുഭവിക്കുവാൻ, ദൈവവചനത്തിലൂടെ അപ്പോസ്തലന്മാരുടെ ശബ്ദം കേട്ട്, വാക്കുകൾ കേട്ട് ആ പ്രമാണത്തിൽ നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, അങ്ങനെയുള്ള ഒരു ദിവസമായി നമ്മൾ രൂപാന്തരപ്പെടുത്തണം എന്ന് വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ പുതുക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു കമ്മ്യൂണിയൻ ഓഫ് എ പീപ്പിൾ, ഓഫ് എ ചർച്ച് റിന്യൂഡ് ബൈ the resurrection of our Lord. A new community renewed by the resurrection of our Lord. ഒരു പുതിയ കൂട്ടായ്മ, ഒരു പുതിയ സംഘം ആളുകൾ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ പുതുക്കപ്പെടുന്ന, നിരന്തരം പുതുക്കപ്പെടുന്ന, പുതുക്കത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്ന ഒരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ്, ഒരു കമ്മ്യൂണിയൻ. കുഞ്ഞുങ്ങളെ, അങ്ങനെയാവാം നമ്മുടെ പുതുക്കം നമ്മുടെ കർത്തൃദിവസത്തിൻ്റെ ആരാധനയിലൂടെ. ദൈവതമ്പുരാൻ നിങ്ങളെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.